അപ്പോൾ കാര്യങ്ങളെല്ലാം പ്രയാസരഹിതമാവും. പരലോകമാണല്ലോ ഏറ്റവും പ്രയാസമുള്ള സ്ഥലം. അള്ളാഹു അവിടെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഈ ലോകത്തെ പ്രയാസങ്ങൾ വലുതല്ല. അത് വലുതാണെന്ന് തോന്നുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ അടച്ചു കൊട്ടുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മളൊക്കെ പോലത്തെ ആളുകൾക്ക് ഈ ലോകത്തെ പ്രയാസമാണ് വലിയ പ്രയാസമായി തോന്നുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഹൃദയത്തിൻ്റെ വാതിൽ അടച്ചു കൊട്ടിപ്പോയത് കൊണ്ട്. ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയാൽ ഈ ലോകത്തെ പ്രയാസങ്ങൾ പ്രയാസരഹിതങ്ങളാണെന്ന് മനസ്സിലാവുകയും പരലോകത്തെ പ്രയാസങ്ങളാണ് പ്രയാസങ്ങൾ എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ അവൻ അതിൻ്റെയും അപ്പുറത്തേക്ക് പോയാൽ അവൻ്റെ മുന്നിൽ ഒരു പ്രയാസവുമില്ല. വഖൽബുഹു മംലൂഉം ബിദിക്രില്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും വഖൽബുഹു മംലൂഉം ബിദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ ദിക്റാണ് അവൻ്റെ കൽബിൽ നിറഞ്ഞു കിടക്കുന്നതെങ്കിൽ പിന്നെ അള്ളാഹു എന്ന ചിന്തയല്ലാതെ ഒന്നും അവനുണ്ടാവില്ല. എന്നാലും ദുനിയാവ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ദുനിയാവ് സയ്യിദ്ന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരളവിൽ ലോകം കണ്ട മഹാന്മാരായ ആളുകളിൽ അനവധി ധനാഢ്യന്മാരില്ലേ? മദീന കണ്ട ഏറ്റവും വലിയ പണക്കാരനാണ് അശ്റത്തുൽ മുബശ്ശറയിൽ ഒരാളായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. മരിച്ചപ്പോൾ ഓഹരി ചെയ്ത് തീരാതെ സ്വർണത്തിൻ്റെ ഉരുപ്പടികൾ മഴുകൊണ്ട് വെട്ടിപ്പൊളിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത്രയും വലിയ പണക്കാരൻ. മിനൽ അശ്റത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ ഒരാളാണ് മദീന കണ്ട ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ ഒരാളായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. മറ്റൊരാളായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. മദീന കണ്ട ഏറ്റവും വലിയ പണക്കാരന്മാരാണ് ഇവരൊക്കെ. മദീന കണ്ട ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മരിക്കാനായപ്പോൾ തൻ്റെ ധനത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ എടുത്തിട്ട് എന്ത് ചെയ്തു? ബദരീങ്ങൾക്ക് വസിയത്ത് ചെയ്തു. ബദരീങ്ങളിലെ ആളുകൾക്കൊക്കെ കൊടുക്കാൻ വസിയത്ത് ചെയ്തു. ഉമ്മഹാത്തുൽ മുഅ്മിനീന് കൊടുക്കാൻ വസിയത്ത് ചെയ്തു. ഇതൊക്കെ ചെയ്തു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു. ബാക്കി പിന്നെ ഓഹരി ചെയ്തിട്ട് തീരാഞ്ഞിട്ട് മഴുകൊണ്ട് സ്വർണത്തിൻ്റെ ഉരുപ്പടികൾ വെട്ടിപ്പൊളിച്ചു എന്ന ചരിത്രം. അത്രയും വലിയ പണക്കാരൻ. ഹലാലായ സമ്പത്ത്, ഹറാമായ സമ്പത്തല്ല, ഹലാലായ സമ്പത്ത്. ഈ ആൾ ആരിൽപ്പെട്ടതാണ്? സഈദിൻ സുബൈറിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ. വബിനി ഔഫ് ഏതാണ്? ഈ വബിനി ഔഫ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഉറക്കെ പറ. റളിയല്ലാഹു അൻഹു. വലിയ പണക്കാരനാണ്. പക്ഷെ മനസ്സിലായില്ലേ? പക്ഷെ ഖൽബ് മംലൂഉം ബിദിക്രില്ലാഹ്. ഖൽബ് നിറയെ ആരാണ്? അല്ലാഹു. അപ്പോൾ ഇത് അവസാനിപ്പിക്കാണ്, അമലിലേക്ക് കിടക്കുക. ഒരു മനുഷ്യന് ദുനിയാവ് പ്രയാസമായി തോന്നുന്ന വലിയൊരു വിഷയമായി തോന്നുന്നത് എപ്പോഴാണ്? അവൻ്റെ ഖൽബിൽ അല്ലാഹു എന്ന ദിക്ർ അന്യം നിന്ന് പോകുമ്പോഴാണ്. നമ്മളെയൊക്കെ അവസ്ഥ അതാണ്. അള്ളാഹിൻ്റെ ആളുകളാണ് പറയും, ഇതിൽ അല്ലാഹു കയറൂല. ഖൽബിൽ അല്ലാഹു കയറിക്കഴിഞ്ഞാൽ പിന്നെ മംലൂഉം ബിദിക്രില്ലാഹ്. അവർക്ക് ദുനിയാവും ഉണ്ടാവും, ആഖിറവും ഉണ്ടാവും. അവർക്ക് ദുനിയാവും ഹമ്മല്ല, ആഖിറവും ഹമ്മല്ല. എന്തുകൊണ്ട്? മംലൂഉൻ ഖുലൂബുഹും മംലൂഅത്തുൻ ബിദിക്രില്ലാഹ്. ഖൽബിൽ നിറച്ചു കിടക്കും. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിൽ ഒന്നിരിക്കൽ മഹ്മൂമാകും, അല്ലെങ്കിൽ മസ്റൂറാകും. ആ രണ്ടവസ്ഥ ഖൽബിനുള്ളൂ. അത് ഇന്ന് വിശദീകരിച്ചാൽ തീരൂല. ഞാൻ പിന്നൊരിക്കൽ പറയാം. ഒന്നിരിക്കൽ ടെൻഷനായിരിക്കും, ഒന്നിരിക്കൽ സന്തോഷമായിരിക്കും. ഈ രണ്ടവസ്ഥ മാത്രമേ ഖൽബിനുള്ളൂ. മൂന്നാമത്തെ അവസ്ഥയില്ല. എന്താ പറഞ്ഞേ? ഖൽബ് എന്ന് പറഞ്ഞ രണ്ടവസ്ഥയില്ല. ഒന്നിരിക്കൽ അത് മഹ്മൂമാണ്, എപ്പോഴും ടെൻഷനാണ്. 2 മസ്റൂറ, സന്തോഷഭരിതം. ഈ രണ്ടവസ്ഥ ഖൽബിനുള്ളൂ.
من كان إرادته إرادة الدنيا من كان إرادته إلى الدنيا وحوائجها فقلبه مملوء مهموم അവൻ്റെ കൽബിൽ ഹമ്മേ ഉണ്ടാവും. ഇൻ കാന മുഹ്താജൻ വഇൻ കാന ആലിമൻ വഇൻ കാന ഫഖീറൻ വഇൻ കാന മലിക്കൻ വഇൻ കാന സുൽത്താനൻ, അവൻ ആരാണെങ്കിലും അവൻ്റെ കൽബ് ഹമ്മേ ഉണ്ടാവും. വഇൻ കാന ഖൽബുഹു മംലൂഉൻ ബിദിക്രില്ലാ, അവൻ്റെ കൽബിൽ ആരേ ഉള്ളൂ, അല്ലാഹു മാത്രമേ ഉള്ളൂ എങ്കിൽ അവൻ്റെ ഫഖൽബുഹു മസ്റൂറുൻ, അവൻ്റെ കൽബിൽ എന്തേ ഉണ്ടാവുള്ളൂ? പറ, ഉറക്കെ പറ മക്കളെ. സന്തോഷം, എപ്പോഴും സന്തോഷം, ആനന്ദം, സന്തോഷം. തൂക്കിക്കൊല്ലുമ്പോഴും സന്തോഷം. തൂക്കിക്കൊല്ലാം, ഒരു മുഅ്മിനെ തൂക്കിക്കൊന്നൂടെ? കുന്തത്തിൽ നാട്ടി കൊന്നിട്ടില്ലേ ബഹുമാനപ്പെട്ട ആരെ? പറ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കുന്തത്തിൽ നാട്ടി കൊന്നിട്ടില്ലേ? പക്ഷെ ഖൽബ് മംലൂഉൻ ബി മസ്റൂറ, സന്തോഷഭരിതമാണ്. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. അവരെ കൊല്ലുമ്പോഴും അവരൊന്നും അറിയില്ല. ഫമൗതുഹു ഫമൗതുഹു വഅലമു മൗതിഹി കൽ ഖിർസ, ഒരു കുഞ്ഞനുറുമ്പ് ഇവിടെ അങ്ങനെ കടിക്കുന്നത് പോലെ അവർക്ക് മരണവേദന തോന്നും. ഒരു കുഞ്ഞനുറുമ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ എത്ര വേദന ഉണ്ടാവുക, ആ വേദനയെ തൂക്കിക്കൊല്ലുന്ന മുഅ്മിന് തോന്നുള്ളൂ. എന്തുകൊണ്ട്? ഖൽബുഹു മസ്റൂറുൻ ബിദിക്രില്ല, കൽബിൽ എന്തേ ഉള്ളൂ? അല്ലാഹു ഉള്ളൂ. മറ്റേ രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴും മഹ്മൂമാണ്, ഹമ്മേ ഉണ്ടാവും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പം ആ അവസ്ഥയിലേക്ക് നമുക്ക് മാറണം. ഒന്നും പേടിക്കണ്ട. ആരെ മാത്രം? അല്ലാഹ്. അവൻ തന്നാലേ ഉള്ളൂ. പിന്നെ എന്തൊരു ബേജാറാണ്? പിന്നെന്തൊരു ബേജാറാണ്?